രാഹുൽ ഗാന്ധി കയ്യിൽ വെച്ച ആറ്റം ബോംബിനെ പുച്ഛത്തോടെയാണ് ബിജെപിയും കേന്ദ്ര സർക്കാരും സമീപിച്ചത്. എന്നാൽ വെറും വാക്കു പറയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ബിജെപിക്കാർ ഇപ്പോൾ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ 1.5 വർഷമായി രാഹുൽ ഗാന്ധി വലിയ അന്വേഷണത്തിൽ തന്നെയായിരുന്നു. രാജ്യത്ത് ബിജെപി ജയിച്ച ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന വോട്ടിംഗ് രീതിയെക്കുറിച്ചും വോട്ടെണ്ണലിനെ കുറിച്ചും സമഗ്രമായി പഠിച്ച രാഹുൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് സുപ്രീം കോടതിയിൽ മാത്രമേ സമർപ്പിക്കുകയുള്ളൂ എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് രാജ്യത്ത് നിന്ന് ലഭിച്ചത്. 293 സീറ്റുകളിൽ മാത്രമാണ് NDAക്ക് ജയിക്കാൻ സാധിച്ചത്. ബിജെപിക്ക് 232 സീറ്റുകൾ മാത്രമാണ് അവിടെ ലഭിച്ചതും. എന്നാൽ ഈ ജയിച്ച ലോക്സഭാ മണ്ഡലങ്ങളിൽ 80 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് രീതിയിലാണ് രാഹുൽ ഗാന്ധി സംശയം ഉന്നയിച്ചത്. പ്രത്യേക അന്വേഷണ ഏജൻസികൾ വഴിയാണ് വിവരങ്ങൾ ശേഖരിച്ചതും. നേരത്തെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ അട്ടിമറി നടന്നുവെന്ന് കണക്കുകൾ പറഞ്ഞ് രാഹുൽ ഗാന്ധി രംഗത്തും വന്നിരുന്നു. സംശയം തോന്നിയ ഒരു നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകൾ കുത്തിയിരുന്ന് വിശകലനം ചെയ്തപ്പോൾ അട്ടിമറി നടന്നുവെന്ന് കൃത്യം ബോധ്യമായി. ഈ കണക്കുകൾ രാഹുൽ ഗാന്ധി ബോധിപ്പിച്ചപ്പോൾ അതുവരെ മാറി നിന്ന പ്രതിപക്ഷ പാർട്ടികളും രാഹുലിന് പിന്നിൽ അണിനിരക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഇതേ രീതിയിലാണ് ലോക്സഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം രാഹുൽ ഗാന്ധി നടത്തിയത്. പ്രധാനമന്ത്രി മോദി അടക്കമുള്ള തലപ്പൊക്കമുള്ള നേതാക്കൾ വിയർത്താണ് അവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു കയറിയത്. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ മോദി പിന്നാക്കം പോകുന്നതും രാജ്യം കണ്ടു. അതുവരെ രാജ്നാഥ് സിംഗ് അടക്കമുള്ള മറ്റു നേതാക്കന്മാരുടെയും ഭൂരിപക്ഷം ഇടിഞ്ഞിരുന്നു. ശക്തമായ BJP വികാരമാണ് രാജ്യത്തുണ്ടായിരുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. എന്നിട്ടും 230 സീറ്റുകളിൽ എങ്ങനെ BJPക്ക് ജയിക്കാനായത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ കൃത്യം പോയിന്റിലുള്ള ചോദ്യം. ഇതോടെയാണ് രാഹുൽ ഗാന്ധിക്ക് ശക്തമായ അന്വേഷണവും ആരംഭിച്ചത്. UP, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനാലാണ് 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. തെളിവുകൾ ശേഖരിച്ചും കഴിഞ്ഞു. ഇത് സുപ്രീം കോടതിക്ക് മാത്രമേ കൈമാറുകയുള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി ഉറപ്പു പറയുന്നത്. തെളിവുകൾ സ്വീകരിക്കുന്ന കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ഈ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വന്നാൽ അത് BJPക്ക് വലിയ തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഉപതെരഞ്ഞെടുപ്പാണ് എങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അത് മേൽക്കൈ സമ്മാനിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ ആറ്റം ബോംബ് സുപ്രീം കോടതിക്ക് രാഹുൽ ഗാന്ധി കൈമാറുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെയും മറ്റു പാർട്ടികളിലെയും നേതാക്കന്മാർ.